നമസ്കാരം സുഹൃത്തുക്കളെ. ഈ ചെടി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ചെടി എന്താണെന്നുള്ളത്. പക്ഷേ ഇത് നമ്മളവിടെ പിന്നെ എല്ലായിടത്തും ഇത് കിട്ടുന്ന കാര്യം കുറച്ച് കഷ്ടം തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ കിട്ടും, ചില സ്ഥലങ്ങളിൽ കിട്ടില്ല. ഇത് നമ്മൾ ചതപ്പൂവെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നെ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് മിക്കവാറും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് വിധിപ്രകാരം ഇതിനെ നമ്മൾ എടുക്കണം. ഇത് മറന്ന് ചെടി മാത്രം വെച്ചിട്ട് വലിയ ഇതല്ല. പിന്നെ ശരിക്കും ഈ ദോഷം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ നമ്മളല്ലാതെ നമ്മൾ ഒരു പിന്നെ മന്ത്രവാദം ചെയ്തിട്ടില്ല, നമുക്ക് വേണ്ടി മറ്റുള്ളവർ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ചെടിയെ പിന്നെ എടുക്കുന്നത് വളരെ പിന്നെ പിന്നെ സിസ്റ്റമാറ്റിക് എടുക്കാവും. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇത് അത്രയ്ക്കും എല്ലാ പവർഫുള്ളുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് ഇത് നല്ല പൂജയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇത്തിരി പൈസ ചിലവുള്ളവരാണ് ഈ ചെടി കിട്ടുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പിന്നെ ഒരു 2 പോത്തിയെങ്കിലും വേണ്ടി വരും. 2 പോത്തിയെ വിളിച്ചിട്ട് അതും വെളുത്താവിൻ്റെ രാവിലെ ആയിരിക്കാം ഇത് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മൾ ഈ ചെടിക്ക് നമ്മൾ പിന്നെ അവർ വന്നിട്ട് ഈ അറിയാനുള്ളവർ ഈ സാപം തീർത്ത് വെച്ചതിന് ശേഷം പോറ്റിമാരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അവർ സാധനം തീർത്തിട്ട് ഈ ചെടിക്ക് ഒരു ഗണപതി ഹോമം നടത്തണം, ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം. അങ്ങനെ 2 ഹോമം നടത്തിയാലേ ഇതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ പവർ നമുക്ക് ഇതിനെ കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഇലയെടുത്ത് നമ്മൾ പിന്നെ ഏലസിൽ നോക്കി, അത് ഏത് ഏലസെന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഈ നമ്മൾ ഓരോ ലോകത്തിന് ഓരോ പ്രത്യേകതയാണുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ പ്യൂർ വെള്ളിയാണെങ്കിൽ പ്യൂർ വെള്ളി എടുക്കണം, സ്വർണ്ണമാണെങ്കിൽ നല്ല സ്വർണ്ണം വാങ്ങിക്കണം. അതല്ലെങ്കിൽ ഈ പഞ്ചലോകമാണെങ്കിലും പിന്നെ നല്ല പഞ്ചലോകം കൃത്യമായിട്ട്. പക്ഷെ പഞ്ചലോകം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പഞ്ചലോക മോതിരം അത് ഉണ്ടാക്കുന്നവരെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും സത്യസന്ധമായിട്ട് ഇതൊരാരും നമുക്ക് പണി ചെയ്ത് തരില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 5 ലോകം കൂടെ ഒരേ അളവിൽ നമ്മൾ കിടക്കണമായിരിക്കും. 5 ലോകം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടത് ചേരേണ്ടത് പ്രത്യേകത, ഈ പഞ്ചലോകത്തിന് മെയിനായിട്ട് ചേരേണ്ടത് അല്ല ചേരേണ്ടത് അലായിയാണ്. അലായിയൽ ഈ നാഗം എന്നാണ് പറയും. അലായി അല്ല, നാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഒരു മെറ്റലുണ്ട്. ആ നാഗമെറ്റൽ എന്ന് പറയുന്നത്, അത് ശരിക്കും ആ നാഗത്തകട്ടിൽ കൂട് കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നാഗത്തിൽ ഒറിജിനൽ നാഗത്തിൽ അതും കുറച്ച് നല്ല പവർ കിട്ടുന്ന സാധനമാണ്. ഈ നാഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ലോകമാണ്. അതുകൊണ്ട് ഈ പിന്നെ നാഗത്തിൻ്റെ നമ്മൾ 2.5 ഗ്രാം വേണമെങ്കിൽ 50 ഗ്രാം നാഗത്തകരം വേണം. 50 ഗ്രാം പിന്നെ 50 മില്ലി, 2.5 ഗ്രാമിൽ ഒരെണ്ണം വേണമെങ്കിൽ 50 മില്ലിയാണ്. അപ്പോൾ 50 മില്ലി വീതം എല്ലാത്തിനും സമ അളവ് എടുക്കണം. ഈ സമ അളവ് എടുക്കുമ്പോൾ വില കൂടുന്ന സാധനം എന്ത് ചെയ്യും, അവർ പിന്നെ അതിനെ മാറ്റി വയ്ക്കും. വില കൂടുന്ന സാധനത്തിൽ കുറച്ചേ ചേർക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇതിൽ കുറവ് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ സമ അളവ് ചേർന്നാലേ പഞ്ചലോകമാവുള്ളൂ. അതിൽ എന്തെങ്കിലും ഐറ്റങ്ങൾ കുറച്ച് കൂട്ടുകയും ചേർത്ത് കഴിഞ്ഞാൽ അത് പഞ്ചലോകമായി അത് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും പഞ്ചലോകം എന്ന് പറയുന്നത് 5 ലോകവും സമാന രീതിയിൽ ചേർന്നാൽ മാത്രമേ പഞ്ചലോകം എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല ഏതെങ്കിലും കുറേയും കൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഞ്ചലോകത്തിന് ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ആ പവർ നമുക്ക് കിട്ടത്തില്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. അതുകൊണ്ട് നമുക്ക് സാധാരണക്കാരെല്ലാം വലിയ സ്വർണ്ണമോ വാങ്ങുക. ഇതിലും പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം
വെള്ളി വാങ്ങണവർ വെള്ളി കൊണ്ട് വാങ്ങിക്കാനേ നമുക്ക് കഴിയുള്ളെങ്കിൽ വെള്ളി വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ സ്വർണ്ണം വാങ്ങാനേ കഴിയുള്ളെങ്കിൽ സ്വർണ്ണം ഏലസ് വാങ്ങുക. എന്ന് പറഞ്ഞാൽ ഈ ഏലസ് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അത് 2 ഏലസ് ഒരുമിച്ച് അടയ്ക്കേണ്ടതാണ്. ഞാൻ ഏലസിൻ്റെ മോഡൽ നിങ്ങൾ ഇതിൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഏലസ് എങ്ങനത്തെ മോഡൽ പണിയണമെന്നോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ മോഡലും എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ വിളിക്കരുത്. വാട്സപ്പിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. ഈ കൂട് എങ്ങനത്തെ കൂട് വാങ്ങിക്കണം എന്നുള്ളത് കാണിച്ചു തരും ഞങ്ങൾ. അത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ അയച്ചു തരും. അപ്പം ഈ പിന്നെ അത് നമ്മൾ എടുത്തു വെച്ചിട്ട് അതിനെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം പിന്നെ നിങ്ങൾക്ക് സംശയം വരില്ല എങ്ങനത്തെ ഇത് കൂട് വാങ്ങിക്കേണ്ടതെന്ന്. അപ്പോൾ നല്ല കൂട് നോക്കി ഇപ്പോൾ വെള്ളി വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ വെള്ളി വാങ്ങിച്ചോളി. സ്വർണ്ണം വാങ്ങാൻ കഴിവുള്ള സ്വർണ്ണം തന്നെ വാങ്ങുക. എന്ന് പറഞ്ഞാൽ സ്വർണ്ണം വാങ്ങാൻ കഴിവുണ്ടായിട്ട് വെള്ളി വാങ്ങരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് വിട്ടു കൊടുക്കരുത് എപ്പോഴും. അതിൻ്റെ ഒരു നമുക്ക് ദൈവം തരുന്ന ഒരു പ്രത്യേകതയും കൂടെയാണ്. നമ്മളെ കൊണ്ട് നമുക്ക് എത്രയാണ് തരുന്നത് അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇത് വേണം, അതിൻ്റെ ക്വാളിറ്റി വേണം. അപ്പം ഇതുകൊണ്ട് പിന്നെ ഈ സ്വർണ്ണപ്പണിക്കാരൊക്കെ ആയിരിക്കും, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് കൃത്യം അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവർ നാഗത്തകട് തന്നെ കൊണ്ടുവരണം, നാഗത്തകടും കൂടും തന്നെ കൊണ്ടുവരട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പവർ ചെയ്യുന്നത് അതാണ്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ കുറവില്ലാതെ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ കുറയും. എങ്ങനെ പോയാൽ ഈ ഒന്ന് സ്വർണ്ണത്തിൽ പിന്നെ വെയിറ്റ് അതിൻ്റെ മില്ലിഗ്രാമത്തിന് കുറച്ചുകളായി ബാക്കിയുള്ളതിൽ കയറ്റി കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പഞ്ചലോകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി. അത് പഞ്ചലോകത്തിൻ്റെ പിന്നെ പവർ ചെയ്യണമെങ്കിൽ അത് സമ അളവ് എല്ലാത്തിലും ചേർന്നിട്ടുണ്ടെങ്കിൽ പഞ്ചലോകമായി അതിനെ കൂട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കുറവുള്ള ഇതാവും, പഞ്ചലോകത്തിൻ്റെ മഹത്വം പോകും. ഇതാണ് ഇത് യഥാർത്ഥ സത്യം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ കൂട് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ നമ്മൾ പണ്ടത്തെ മോഡലാണ്. ഒന്നിൻ്റെ അകത്ത് ഒന്ന് കയറ്റിന് 2 കൂട് ഉണ്ടാക്കിയിട്ട് ഒരു കൂട്ടിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് കയറ്റുന്ന ഏലസേ നമ്മൾ ചെയ്യാവൂ. അത് അങ്ങനത്തെ ഏലസ വാങ്ങാവൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഏലസ് എൻ്റെ കാര്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഏലസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ഏലസിട്ട് കുളിക്കുകയൊക്കെ ചെയ്യും. കാര്യം കുളിക്കും എന്തെങ്കിലും ചെയ്യും. ആ സമയത്ത് നമ്മൾ കുളിച്ചാൽ വെള്ളം കയറുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. വെള്ളം കയറി കഴിഞ്ഞാൽ കയറാതെ അടച്ചാൽ മാത്രമേ വെള്ളം കയറാതിരിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളം കയറാതെ എത്ര കാലം വരെ ഈ ഏലസിന് വെള്ളം കയറാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുമോ അത്രയ്ക്കും അതിൻ്റെ പവർ നഷ്ടമില്ല. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പവർ പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിന് പിന്നെ ഈ തുടക്ക വീട്ടിൽ ഈ ഇപ്പോൾ ചെല്ലുന്ന സമയത്ത് ഈ ഏലസ് ഊരി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെല്ലുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഏലസിൻ്റെ ഒരു പ്രത്യേകത. ഇത് നിങ്ങളെ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഈ മരുന്ന് കൊണ്ട് എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഈ 2 പൂജയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഗണപതി ഹോമം ഇത് നമ്മൾ പിന്നെ ഞായറാഴ്ച പിന്നെ ശുക്രഹോരയിൽ എടുത്തിട്ട് നമ്മൾ ഞായറാഴ്ച ശുക്രഹോരയിൽ എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇത് ചെയ്യും. ആ സമയത്ത് തന്നെ ഞായറാഴ്ച രാവിലെ ഇത് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയെന്നല്ല, ഈ എന്നാണ് വെളുത്തവാവ് വരുന്ന ഈ വെളുത്തവാവ് കൊണ്ട് അന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ദിവസം ഒരു വശം മാറിപ്പോവും. ഞായറാഴ്ച എന്നുള്ളത് വേറൊരു ദിവസമായിട്ട് വരും. അപ്പോൾ അത് പ്രശ്നമല്ല. വെളുത്ത വാവ് എന്നാണ് വരുന്ന അന്നത്തെ ദിവസം രാവിലെ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഔഷധം വെച്ച് ഈ ഔഷധത്തിനെ വെച്ച് ഈ ചെടിയെ വെച്ചിട്ട് ഇതിന് വേണ്ടി നമ്മളിതിന് കുംഭം കെട്ടണം. ഈ ചെടി വെച്ച് കുംഭം കെട്ടി വയ്ക്കണം. കുംഭം കെട്ടി വെച്ചതിന് ശേഷം പിന്നെ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ചെയ്യിപ്പിക്കണം. അത് നമ്മൾ വിളിച്ച് അത് പക്ഷേ നല്ല പൈസയാണ്. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂലെന്ന് തോന്നുന്നില്ല. കാര്യം നല്ല പൈസയാവും. അതല്ലെങ്കിൽ നമ്മളിവിടെ ഇത് നമ്മൾ നോർമലായിട്ട് എല്ലാവർക്കും കൂടെ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് വയ്ക്കും, കുറേ ചെയ്ത് വയ്ക്കും. അതിൽ അങ്ങനെയാണെങ്കിൽ പൂജ ചാർജ് 2500 രൂപ ആവുള്ളൂ. ഈ ഒരു ഏലസ് ഇത് അടച്ച ഒരു ഏലസ് വാങ്ങണമെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. അതല്ല
ഇത് പിന്നെ ഞങ്ങളാണ് ഇത് ഞങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അയച്ചു തരില്ല. ഈ ഒരു സംഭവം ഞാൻ അയച്ചു തരില്ല. ഞാൻ തരണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു പരദേവതയുണ്ട്. ആ പരദേവതയുടെ മുമ്പ് ഞാനിത് സമർപ്പിച്ച് അവരുടെ മുമ്പിൽ വെച്ച് മാത്രമേ കെട്ടിക്കൊടുക്കുകയുള്ളൂ. അതിൻ്റെ പവറിന് വേണ്ടിയാണ് നമ്മൾ ഈ പൂജയൊക്കെ ചെയ്യുമെങ്കിൽ നമ്മൾ ആ പരദേവതയുടെ ശക്തിയും കൂടെ ഉണ്ടാവണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ നേരിട്ട് എന്നെ അന്വേഷിച്ച് വന്നാൽ മാത്രം. അതും ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ 9 മണി വരെ മാത്രമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തുടങ്ങണതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പിന്നെ എന്താ പറയുന്നത്, എൻ്റെ ജോലി എന്ന് പറയുന്നത് വൈദ്യരാണ്. ഞാൻ വൈദ്യ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് പിന്നെ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പിന്നെ ഇത് ഒരു എല്ലാവരും ചോദിക്കുന്നത് കൊണ്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പൂജ ചെയ്ത് വെച്ചു. ഈ വെളുത്താവുകൊണ്ടാണ് ഞങ്ങൾ ആ എടുത്ത് പൂജ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വന്ന് എല്ലാവരും കൂടെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ നമ്മളുടെ അടുത്താണ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പിന്നെ അത് ഇതിനെ വെച്ച് പൂജ ചെയ്യുക. നമ്മൾ ഈ പൂജയെല്ലാം കഴിഞ്ഞത് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് അടച്ചു തരുന്നതാണ്. അത് ഈ പൂജ ചാർജ് മാത്രമേ വാങ്ങുള്ളൂ. വെറും 2500 രൂപ മാത്രമേ വാങ്ങുള്ളൂ. വേറെ ഇല്ല. അതിന് ഞങ്ങൾ കണക്ക് കൂട്ടി ഞങ്ങൾ പൂജയൊക്കെ ചെയ്ത് കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് 2500 രൂപ നമ്മളെ പൂജ ചാർജായിട്ട് വരും. ആ പൂജ ചാർജ് അടച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഏലസ് നമ്മൾ ചെയ്ത് തരും. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുവനയോ ഏവലോ പുല്ലിയോ ശൂന്യമോ എന്ത് സാധനം വെച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ശരീരത്തിൽ ഈ ഏലസ് നമ്മളെ ശരീരത്തിൽ ഉള്ള കാലം വരെ അത് നമ്മളെ താക്കൂല. ഈ സാധനം നമ്മുടെ അടുത്ത് വരില്ല, അടുക്കില്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പവർ. ഇതിന് മാത്രമാണ് നിങ്ങൾ പിന്നെ ബുക്ക് ചെയ്യണമെങ്കിൽ, ഇതിന് മാത്രമാണെങ്കിൽ നിങ്ങൾ വന്ന് ഈ ഏലസ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവാം. അതല്ല നമ്മൾക്ക് പിന്നെ വേറെ കാര്യങ്ങളിലേക്കാണ് അവർ ചോദിക്കുന്നത്. അതൊരു ഭയങ്കര വിറ്റ് കേസാണ്. ഓരോരുത്തരും ഈ സിനിമ ഇത് പിന്നെ പെണ്ണ് പിണങ്ങിപ്പോയി അതിനെ കൊണ്ടുവരണമെന്ന് ചെറുക്കാൻ വിളിക്കും. ചെറുക്കാൻ പിണങ്ങിപ്പോയി അവനെ കൊണ്ടുവരണമെന്ന് പെണ്ണുങ്ങൾ വിളിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലെന്താണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ മന്ത്രവാദം ചെയ്ത് നമ്മൾ താന്ത്രികം ചെയ്ത് അവരെ തിരിച്ച് വിളിക്കണമെന്നാണ് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം. അത്തരം കേസുകൾ ഞാൻ ചെയ്യില്ല. അതൊക്കെ അങ്ങനെ ഉള്ള പിന്നെ അതിനു വേണ്ടിയുള്ള ആൾക്കാർ വേറെ കാണുന്നത് ഈ മയ്യോട്ടക്കാരന്മാർ കാണും. അവന്മാരാണ് ഈ വശിയും കശിയൊക്കെ എന്തെങ്കിലും കൊടുത്ത് മഷിയൊക്കെ വെച്ച് അവന്മാർ ഇത് ചെയ്യുന്നത്. ഞങ്ങളത് ചെയ്യില്ല. ഞാൻ ഒറ്റ കാര്യം ചെയ്യില്ല. ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി പിന്നെ വൈദ്യരാണ്. ഞാൻ വൈദ്യനാണ് ആൾ. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാനില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ഈ പറഞ്ഞ കണക്കിന് ഇപ്പം നമുക്ക് എന്താണ് കടവിൽ ദൈവം വിധിച്ചിട്ടുണ്ടോ ആ വിധിച്ചതിൻ്റെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരോട് ഈ അവലുവില്ലി ഇങ്ങനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടാതെ വളരെ പിന്നെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവർ ആർക്കും ചെയ്യാൻ പോകില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാത്തവർക്ക് മാത്രമേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുള്ളൂ. നമ്മളും തിരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ബാധിക്കില്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടും പോയിക്കൊള്ളാം, അത് വേറെ ഒരു വിഷയം. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവർ ഈ ഉള്ളതിനെ മാറ്റിയാൽ മതി, അവർക്ക് വേറെ ആർക്കും ചെയ്യണ്ട. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഏലസ് നമുക്ക് പ്രധാനമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഏലസിൻ്റെ പ്രത്യേകത ഇത് പിന്നെ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട, നമുക്ക് നന്നായി നമ്മളെ കാര്യം നോക്കി നമ്മളെ കാര്യം നടന്നാൽ മതി. നമുക്ക് നേരെ നമുക്ക് തടസ്സമില്ലെങ്കിലില്ലാതെ നമ്മളെ ഈ പിന്നെ ആപത്തിലിരുന്ന് നമ്മളെ പരദേവത ഇത് കെട്ടുമ്പോൾ നിങ്ങളെ പരദേവത വരും. നിങ്ങൾ ഇത് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ പരദേവത കൊടി വരും. അപ്പോൾ എത്ര ഇതായാലും ആ പരദേവതയുടെ നിങ്ങൾക്ക് ഏതാണ് ഒരു ദേവനെ നിശ്ചയിച്ചിട്ടുണ്ട്, ആ ദേവൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് വളരെ സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം.
അത് നിങ്ങൾക്കൊരു ഭയങ്കര ഒരു പൊട്ടേറ്റാണ്. നിങ്ങളുടെ ശരീരത്തിന് വേറെ ഒന്നും ബാധിക്കാതെ ഇരിക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഏലസിനമുള്ള ഉള്ളത്. ഇത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. അല്ലാതെ എല്ലാവരും പറയും കണക്ക് പിന്നെ ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ തന്നെ നമ്മൾ സൂത്രം ചെയ്ത് കൊടുക്കാം, നമുക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ശരിയല്ലാത്ത കേസാണ്. ഇനി ഭാര്യയല്ല ഭർത്താവായാലും ഭർത്താവല്ല ഭാര്യയായാലും ശരി, ഈ ഏറ്റവും കൂടുതൽ ഈ ഈ നമ്മൾ സൂത്രം ചെയ്യാൻ പറ്റാത്ത പാർട്ടി, സൂത്രം ചെയ്യാൻ പാടില്ലാത്ത പാർട്ടിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി സൂത്രം ചെയ്യുന്നത്, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സൂത്രം കഴിഞ്ഞാൽ ആ കുടുംബം നിലനിൽക്കില്ല, അത് നശിച്ചു പോകും. കാരണം എന്തെന്നറിയാമോ? അത് ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളവരെല്ലാവരും എൻ്റെ അനുഭവത്തിൽ അവരൊക്കെ ഇളുത്ത് ഒരുപാട് കാലം ഈ പറഞ്ഞതിനൊക്കെ കിടന്ന് നിറയിച്ചാണ് അവർ പിന്നെ മരിച്ചത്. കാരണം അങ്ങനെ ഉള്ള ആൾക്കാർ ഈ അവസാനം കിട്ടുന്നത് ഇങ്ങനത്തെ ജീവിതങ്ങളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ രീതിയിൽ വളരെ സത്യസന്ധത അത്യാവശ്യമാണ്. അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് അവരെ രണ്ടുപേരെയും പരസ്പരം നല്ലവരും വിശ്വസിച്ച് സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിണങ്ങില്ല. അവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോഴാണ് അവർ ഈ പറഞ്ഞ പിണങ്ങുന്നത്. ആ പിണങ്ങണവരെ നമ്മൾ ഈ എന്താ പറയുന്നത്, ഇത് കണക്ക് സൂത്രപ്രയോഗമൊക്കെ ചെയ്ത് വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഏറ്റവും പിന്നെ ദോഷമാണ്. അതുകൊണ്ട് ഞാൻ അത്തരം പണികളൊന്നും ആർക്കും, നീ ഭാര്യ ഭർത്താക്കന്മാരില്ല, ഇനി ആർക്കായാലും ശരി, ഈ മയ്യോട്ടം കയ്യോട്ടം അങ്ങനെയുള്ള ഒരു പണി ഞാൻ ചെയ്യില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മന്ത്രവാദിയല്ല, ഞാനൊരു വൈദ്യരാണ്. നമ്മൾ ഈ മൂലികയുടെ പവർ വെച്ചിട്ട് അതനുസരിച്ച് ഈ പൂജയും നല്ല രീതിയിൽ ഈ പൂജയും കൂടെ ചെയ്യുമ്പോൾ ഈ മൂലികയ്ക്ക് ഭയങ്കരമായ ഒരു ശക്തിയുണ്ട്. അത് പ്രപഞ്ചത്തിൽ കൂടെ നമുക്കുള്ളതാണ്. ഓരോ വസ്തുക്കൾക്കും ഓരോ ശക്തി ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ നമുക്ക് ഈ കിട്ടുന്ന ഈ ഒരു ഔഷധത്തിനെ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗുണമുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ ഇത് കണക്ക് ചെയ്താൽ ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പിന്നെ വെളിദോഷം അങ്ങനെയൊക്കെ ചുമ്മാ എന്തെങ്കിലും നമ്മളെ നന്നായിരിക്കാൻ പാടില്ലല്ലോ. നമ്മളെ നന്നായിരുന്നാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ശരിക്കും അവരെക്കാട്ടിലും നമ്മൾ താഴ്ന്നു കിടന്നാൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരെക്കാട്ടിലും നമ്മൾ താഴ്ന്നു കിടക്കണം, എങ്കിലേ അവർക്ക് സന്തോഷമുള്ളൂ. കാര്യം അവർക്ക് പിന്നെ താഴ്ന്നു കിടക്കണമല്ലോ, അവർക്ക് സമാധാനം ഉണ്ടാകും. പക്ഷേ അതേസമയം അവരെക്കാട്ടിലും സകലം കൂടെ നമ്മൾ ഉയർന്നു വരണമെന്ന് വിചാരിക്കുന്ന നമ്മൾ എങ്ങനെയെങ്കിലും ഉയർന്നു വന്നു പോയാൽ പിന്നെ പറ്റുന്നതാണ് ഈ പറയുന്ന കമ്പേരും ഈ പിന്നെ സൂത്രദോഷം എല്ലാം കിടന്ന് നമ്മളെ ബാധിക്കുന്നത്. ഈ കിളിദോഷം കമ്പിളിയിട്ട് ഇവരെല്ലാം വിളിച്ച് ഏങ്ങി നമ്മളുടെ അത് ഒരാളിൽ 10 പ്രാവശ്യം വിളിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിളി അത് ഇങ്ങനെ ആയിപ്പോവും. അത് ഭയങ്കര ഒരു സംഭവമാണ് ഈ വെളിദോഷവും. അതൊക്കെ ഇതിന് ഈ പറയുന്ന ഈ പച്ചല വെച്ച് നമ്മൾക്ക് ഈ കർമ്മം ചെയ്യണം. പക്ഷേ എന്നാ ചുമ്മാ ഈ പച്ചല മാത്രം എടുത്തിട്ട് കാര്യമില്ല. വെറുതെ എടുത്ത് നമ്മൾ അടച്ചിട്ടും വലിയ ഇത് കാണില്ല. നമ്മൾ ഇത് എടുത്തിട്ട് അതും പിന്നെ വെളുത്ത വാവണ് തന്നെയാണ് പൂജ ചെയ്യേണ്ടത്. അല്ലാത്ത ദിവസം പൂജ ചെയ്യാൻ പറ്റില്ല. വെളുത്ത വാവന് പൂജ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ 2 ഹോമം ചെയ്താൽ മതി. കുറച്ച് പൈസയാവും. കാര്യം എന്ന് വെച്ചാൽ ഇത് അവിടെ തന്നെ പോറ്റി തിരുമേനിയിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഇത് 2 ഹോമവും നടത്തേണ്ടി വരും. ഈ 2 ഹോമം നടത്തി കഴിഞ്ഞാൽ ഓക്കെ, നല്ലതാണ്. ഈ പച്ചലയ്ക്കും ആ ഹോമം നടത്തിയിട്ട് ഈ പച്ചല എടുക്കുമ്പോൾ ഇത് ഇരുന്ന് ഈ പച്ചല അപ്പോഴാണ് ഇതിൻ്റെ പൂർത്തിയാവുന്നത്. അത് 2 നടത്തി കഴിഞ്ഞാൽ ഇതിന് നല്ല ശക്തി ഉണ്ടാവും ഈ പച്ചലയ്ക്ക്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇത്